Hi everybody, VAC, Value Added Courses for Science. Paper name is Framing Values, Literary and Cultural Narratives for Science. So today in this paper, we are going to discuss the chapter The Queen of Trees. The Queen of Trees is a beautiful documentary film. ഒരു മനോഹരമായ ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ തന്നെ ഡോക്യുമെൻ്ററി ഫിലിമിനെ മറ്റ് ഫിലിംസിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ദ സ്ലൈസ് ഓഫ് ലൈഫ്, അതല്ലെങ്കിൽ ദ സ്ലൈസ് ഓഫ് എൻവയോൺമെൻറ്റ്, ദ സ്ലൈസ് ഓഫ് സറൗണ്ടിങ്സ്. എന്താണോ നമ്മൾ കാണുന്നത് അത് പച്ചയായ രീതിയിൽ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ കൃത്യമായി ആക്യുറസിയോട് കൂടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കുന്നു. അതാണ് ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്, ഡോക്യുമെൻ്റ് ആധാരമാണ്, റിയൽ ആയിട്ട് ട്രൂത്ത് ആയിട്ടുള്ള കാര്യത്തിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പച്ചയായ രീതിയിൽ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്നു, വളരെ ഒബ്സർവേഷനോട് കൂടിയിട്ട്. അതാണ് ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ ഡോക്യുമെൻ്ററി ഫിലിമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ, നേച്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, എംഫസൈസ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിം. ഇനി ഇത് ഡയറക്റ്റ് ചെയ്തത് ആരാണ്? ഇത് ഡയറക്റ്റ് ചെയ്തത് മാർക്ക് ഡീബിൾ ആൻഡ് രണ്ട് പേരാണ്, മാർക്ക് ഡീബിൾ ആൻഡ് വിക്ടോറിയ സ്റ്റോൺ. രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ബ്രിട്ടീഷ് ഡയറക്ടേഴ്സാണ്, ഫിലിം ഡയറക്ടേഴ്സാണ്. പക്ഷേ ദേ മൂവ്ഡ് ടു ഈസ്റ്റ് ആഫ്രിക്ക, ലിവ്ഡ് ദർ ആൻഡ് വർക്ക്ഡ് ദർ. അവിടെയാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ഈസ്റ്റ് ആഫ്രിക്കയിൽ. സോ എന്താണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദി ഡോക്യുമെൻ്ററി ഫിലിം. Okay, now let's discuss this documentary film. See the main story. എന്താണ് ഈ ഡോക്യുമെൻ്ററിയിലെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്? അതായത് ഇറ്റ്സ് അബൌട്ട് ദ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഫിഗ് ട്രീ ആൻഡ് എ ടൈനി വാസ്പ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ദ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഫിഗ് ട്രീ, ഒരു ഫിഗ് മരവും, ഒരു ഫിഗ് ട്രീ, ഒരു അത്തിമരവും, അതുപോലെ തന്നെ ആൻഡ് എ ടൈനി വാസ്പ്, ഒരു ചെറിയ വാസ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ പ്രാണി. ഓക്കെ, ഇൻസെക്റ്റുകളാണ്, ഇൻസെക്റ്റ്. സോ അവർ തമ്മിലുള്ളൊരു ബന്ധം, അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സമയം എടുത്ത് ക്യാമറ ഫോക്കസ് ചെയ്ത് അവരുടെ ചലനങ്ങളും അവരുടെ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു സ്ലൈസ് ഓഫ് എൻവയോൺമെൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ലൈസ് ഓഫ് എൻവയോൺമെൻ്റ് ആണ് ഈ പറയുന്ന ഡോക്യുമെൻ്ററി ഫിലിം. ദ ട്രീ നീഡ്സ് ദ വാസ്പ് ടു മേക്ക് സീഡ്സ്. അതായത് ഈ മരത്തിന് ഈ പ്രാണിയെ വേണം. എന്തിനാണ്? അതിന് സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബട്ടർഫ്ലൈസൊക്കെ മുഖേന പരാഗണമൊക്കെ നടന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അതേപോലെ ഈ മരത്തിന് അതിൻ്റെ വിത്ത് ഫോം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രാണിയുടെ ആവശ്യമുണ്ട്. പോളിനേഷൻ എന്ന് പറയും അതിനെ. ആൻഡ് ദ വാസ്പ് നീഡ്സ് ദ ട്രീ ടു ലേ ഇറ്റ്സ് എഗ്സ്. അതേപോലെ തന്നെ ഈ പ്രാണിക്ക് തിരിച്ചങ്ങോട്ടും ഈ മരത്തിന് ആവശ്യമുണ്ട്. എന്തിനാണ്? അതിൻ്റെ മുട്ടകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഈ ഫിഗ് ട്രീയെ അതിനാവശ്യമുണ്ട് അതിൻ്റെ എഗ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് ജീവിച്ചു പോകുന്നു. ഓക്കെ, ദ ക്യാൻഡ് ലീവ് വിത്തൗട്ട് ഈച്ച് അതർ. അവർക്ക് ഇല്ലാണ്ട് കഴിയില്ല. രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ് ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു സർവൈവൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമറ ഒത്തിരി അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു മൂവ്മെൻറ്റിനെ ഡെപ്പിക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ. ദെൻ ഫിലിം മേക്കേഴ്സ് വർക്ക്. ഫിലിം മേക്കേഴ്സിൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ പീപ്പിൾ who made the film camped for 2 years in Kenya to watch and film the tree. അപ്പോൾ ഇത് നമുക്കറിയാം, ചിലത് നമുക്ക് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ചിലപ്പോൾ ഒത്തിരി റിസ്ക്കുകൾ, ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഈ ഒരു കാര്യം ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് 2 വർഷം കെനിയയിലെ കാട്ടിൽ ക്യാമ്പ് ചെയ്തു എന്നാണ് പറയുന്നത്, ഈ ഒരു മരത്തിനെ ഫോക്കസ് ചെയ്യാൻ, ഈ ഇവരുടെ ചലനങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. They used special cameras to film inside the figs. അപ്പോൾ ആ ഫിഗിൻ്റെ അകത്തു നിന്നും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രാണിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ കുറച്ചുകൂടി ഒബ്സർവ്ഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യൽ ക്യാമറാസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. വിച്ച് വാസ് വെരി ഹാർഡ് ടു ഡു. അപ്പോൾ വളരെയധികം പണിപ്പെട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. ദ ഫിഗ് ട്രീസ് ഇമ്പോർട്ടൻസ്. ദ ട്രീ ഗീവ്സ് ടൺസ് ഓഫ് ഫ്രൂട്ട്. ഒത്തിരി പഴങ്ങൾ ആ മരം നൽകുന്നുണ്ട്. ഫീഡിങ് മെനി ആനിമൽസ് ലൈക്ക് ബേർഡ്സ്, മങ്കീസ്, ഇൻസെക്ട്സ് ആൻഡ് മോർ. ഒത്തിരി മൃഗങ്ങളെ,
ആനിമൽസിനെ, അതായത് മങ്കീസൊക്കെ ഉൾപ്പെടുന്ന ഒത്തിരി ആനിമൽസിനെ, അതുപോലെ ബേഡ്സിനെ, അതുപോലെ ഇൻസെക്റ്റുകൾക്കൊക്കെ അത് ആ പഴം നൽകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഗ്രോസറി സ്റ്റോർ ആൻഡ് ഹോട്ടൽ ഫോർ ദ ഫോറസ്റ്റ് ക്രിയേച്ചേഴ്സ്. ആ കാട്ടിലുള്ള ജന്തു ജീവജാലങ്ങൾക്ക് അതൊരു ഗ്രോസറി സ്റ്റോർ പോലെയാണ് ആ ഒരു അത്തിമരം എന്ന് പറയുകയാണ്. ദെൻ ലൈഫ് ഇൻസൈഡ് ദ ഫിഗ്. ഈച്ച് ഫിഗ് ഈസ് ലൈക്ക് എ ടൈനി വേൾഡ്. ഓരോ ഫിഗും ഓരോ അത്തിപ്പഴവും എന്ന് പറയുന്നത് ഒരു ചെറിയ വേൾഡ് പോലെയാണെന്ന് പറയുകയാണ്. ഇൻസൈഡ് അതിനകത്ത് വാസ്പ് ലൈഫ്, അതായത് പ്രാണികൾ അതിനകത്ത് ഉണ്ടാകും. ഗ്രോ അവർ വളരും, ഫൈറ്റ് ചെയ്യും, ആൻഡ് ഡൈ. അപ്പോൾ അവരുടെ ഒരു വേൾഡാണ് എന്ന് പറയുകയാണ്. ഈ പറയുന്ന അത്തിമരത്തിലുള്ള അത്തിപ്പഴങ്ങളൊക്കെ അതിനകത്തൊക്കെ അത് അവരുടെ വീട് പോലെ, വീടല്ല ലോകം പോലെയാണ് കാണുന്നത് അതിനകത്തുള്ള പ്രാണികൾ എന്ന് പറയുകയാണ്. അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അതിനകത്താണ്. അതർ ബഗ്സ്, അതുപോലെ തന്നെ മറ്റു പ്രാണികളും ആൾസോ കം ടു ഈറ്റ് ഓർ അറ്റാക്ക് ദ വാസ്പ്. മറ്റു പ്രാണികളും വരും. അവർ വരുന്നത് ഇവരെ ഭക്ഷിക്കാൻ, ഈ വാസ്പിനെ ഭക്ഷിക്കാനൊക്കെ വേറെ പ്രാണികൾ അങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഒത്തിരി ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഫിഗ് ട്രീ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. മെനി ക്രിയേച്ചേഴ്സ് കണക്റ്റഡ്. ഒത്തിരി ക്രിയേച്ചേഴ്സ് അത് മരവുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നു. അതർ ആനിമൽസ് ലൈക്ക് ഹോൺബിൽസ്. ഹോൺബിൽ ഒരു ബേർഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ആൻഡ്സ്, ഉറുമ്പുകൾ, ബാറ്റ്സ്, വവ്വാൽ, ആൻഡ് ഈവൻ ഫിഷ്, മീൻ വരെ ആർ പാർട്ട് ഓഫ് ദിസ് ട്രീസ് ലൈഫ് എന്ന് പറയുകയാണ്. ദ ഫിലിം ഷോസ് ഹൗ എവറിത്തിങ് ഇൻ നേച്ചർ ഈസ് കണക്റ്റഡ്. ഒരു പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കണക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മരം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെഡിങ് തന്നെ ദ ക്വീൻ ഓഫ് ട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സേവിങ് നേച്ചർ. The filmmakers made a Swahili version of the film to teach local people in Kenya. കെനിയയിലുള്ള ലോക്കൽ പീപ്പിളിന് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഭാഷ, അതൊരു സ്വാഹിലി എന്ന് പറയുന്നൊരു ഭാഷയാണ് കേട്ടോ. ആ ഒരു ഭാഷയിൽ വരെ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിലിം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. കാരണം അതെന്തിനാന്ന് വെച്ചാൽ ദേ വാണ്ടഡ് ടു ഷോ ദാറ്റ് പ്രൊട്ടക്റ്റിംഗ് ദ ഫിഗ് ട്രീ ഹെൽപ്സ് മെനി ആനിമൽസ് സർവൈവ്. ഈ ഫിഗ് മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആനിമൽസ് സർവൈവ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്റ്റുകളൊക്കെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ ഭാഷയിൽ, സ്വാഹിലി ഭാഷയിൽ ഈ ഫിലിം ഇറക്കിയെന്ന് പറയുകയാണ്. അവാർഡ്സ് ആൻഡ് പ്രൈസ്. ദ ഫിലിം വോൺ ബിഗ് അവാർഡ്സ് ആൻഡ് വാസ് കോൾഡ് എ മാസ്റ്റർ പീസ്. അപ്പോൾ ഈ ഒരു സിനിമ ഒത്തിരി അവാർഡുകൾ നേടിയെടുക്കുകയും അതുപോലെ തന്നെ മാസ്റ്റർ പീസായിട്ട് മാറുകയൊക്കെ ചെയ്തു. ആൻഡ് ദ സ്റ്റോറി ഈസ് ടോൾഡ് ഇൻ എ കാം ആൻഡ് ബ്യൂട്ടിഫുൾ വോയിസ്. അപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് ഒരു ആക്ടറാണ്. അദ്ദേഹം ഇയാൻ ഹോം എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് ആക്ടറാണ് ഇതിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വോയിസും ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിന് മാറ്റുകൂട്ടി എന്ന് പറയുകയാണ്. ആ കാം ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോയിസും. ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ, എ ഫിഗ് ട്രീ ആൻഡ് എ ടൈനി വാസ്പ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ദ ട്രീ സപ്പോർട്ട്സ് എ ഹോൾ കമ്മ്യൂണിറ്റി ഓഫ് ആനിമൽസ്. ആ ഒരു മരം എന്ന് പറയുന്നത് ആ പരിസരത്തുള്ള എല്ലാ ആനിമൽസിനെയും സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ എല്ലാ ആനിമൽസിൻ്റെയും ഒരു ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ് ആ മരം എന്ന് പറയുന്നത്. ദ ഫിലിം ഷോസ് ഹൗ അമേസിങ് ആൻഡ് കണക്റ്റഡ് നേച്ചർ ഈസ്. ഈ ഒരു ഫിലിം കാണിക്കുന്നത് എത്ര അമേസിങ് ആയിട്ടാണ് പല കാര്യങ്ങളും ഒന്നുമായിട്ട് കണക്റ്റായിട്ട് വരുന്നത്, ഈ നേച്ചറുമായിട്ട് കണക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത് കാണിക്കുന്നു. ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ടു മേക്ക് ദ ഫിലിം. ഈ ഫിലിം ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു റിസ്കി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്ന് പറയുകയാണ്. കാരണം ഒത്തിരി കാലം അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കറക്റ്റ് അവരുടെ ഒരു മിഷൻ അനുസരിച്ചിട്ടുള്ളൊരു ഫൂട്ടേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വൈ സേവിങ് ട്രീസ് ആൻഡ് നേച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു പ്രകൃതിയെ അതല്ലെങ്കിൽ മരത്തിനെ സേവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ മരവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു മരം നശിക്കുമ്പോൾ അവയൊക്കെയാണ് നശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മരത്തിനെ സേവ് ചെയ്യുക എന്നൊരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സിനിമയ്ക്ക്, ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിന് കഴിഞ്ഞിട്ടുണ്ട്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡോക്യുമെൻ്ററി ഫിലിമാണ്. ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിനെ, പ്രത്യേകിച്ചും ഒരു ഫിഗ് ട്രീ, അതല്ലേ, ഒരു മജസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിഗ് ട്രീ, ആ ഫിഗ് ട്രീയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ട്രീ ഹൗ ഇറ്റ് ഹാവ് ഹാഡ് ഡീപ്പ് കണക്ഷൻ വിത്ത് ദ ഇൻസെക്ട്സ്. അതിലുള്ള ഇൻസെക്റ്റുകൾ അത് എങ്ങനെയാണ് ആ ഒരു ലൈഫ് സറൗണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു ഫിഗ് ട്രീ മറ്റുള്ള ജീവജാലങ്ങൾക്ക് തുണയാകുന്നത്, എത്രത്തോളം അത് ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ
ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള ജീവജാലങ്ങൾക്ക്. അതിൻ്റെ ഒരു ഹാർമണി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ്, അതിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു എക്കോസിസ്റ്റം, അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പറയുന്ന ഫിഗ് ട്രീ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന മനോഹരമായ ഒരു ഡോക്യുമെൻ്ററി ഫിലിം. അതാണ് നമ്മളിപ്പോൾ ഈ പഠിച്ച ദ ക്വീൻ ഓഫ് ട്രീസ് എന്ന് പറയുന്നത്. So students, I think hope you understood. Anyway, by all, thank you.